ഹലോ. ദേ എൻ്റെ മുഖത്തെ ടാനൊക്കെ അത്യാവശ്യം ഒരു 80% റിമൂവ് ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഈ സാധനമായിരുന്നു അതിനകത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് പൊടിയരിയാണേ. ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഞാനിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ അവരത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നതായിട്ടൊന്നും കാണിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ തരിയൊന്ന് മാറ്റി ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി കുറച്ച് പച്ച പശുവിൻ പാലാണ് വേണ്ടത്. പശുവിൻ പാല് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ എത്ര ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കുറുകിയ ടൈപ്പല്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യല്ല. ഇതിൻ്റെ ഈ ഒരു പരുവത്തിന് വേണം. ഇതിനി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കി നമ്മുടെ ഈ കുഴക്കട്ട, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ഇത് ഈ പരുവത്തിലാക്കി എടുക്കണം. ഇതിപ്പോൾ ചൂടാണ്. ഈ ചൂടൊന്ന് തണുക്കുന്നിടം വരെ ഒന്ന് വയ്ക്കുക. പെട്ടെന്ന് തണുക്കും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. തണുത്ത ഉടനെ മിൽക്കി മിസ്റ്റിൻ്റെ കുറച്ച് കട്ടി തൈര് ആഡ് ചെയ്യുകയാണ്. ഇത് ഒന്ന് കുറുകി വരുന്നത് നമ്മുടെ പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കാനും വേണ്ടിയുള്ള പരുവത്തിന് മതി. ഇതാണ് പരുവം. ഇതിനി എടുത്ത് മുഖത്തിട്ടാൽ മാത്രം മതി. ഞാനിട്ടു. എന്നിട്ട് വെയിറ്റിംഗ് ആണ്. ഒരുപാട് വലിയ കട്ടി ലെയറൊന്നും ഇടണ്ട, കാരണം ഉണങ്ങാൻ നല്ല പ്രയാസമാണേ. അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനൊരു 30 മിനിറ്റോളമൊക്കെ ഇരുന്നിട്ടാണ് കുറേയൊക്കെ ഒന്ന് ഉണങ്ങിയത്. കയ്യിലൊക്കെ ഇട്ടാലോ എന്നൊരു ആലോചന വന്നു, പക്ഷേ വേണ്ട എന്ന് തോന്നി. വെറുതെ എന്തിനാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാരി കോരി ഇടുന്നുണ്ടായിരുന്നു. ഇട്ട് നോക്കാം. ഇത് ഞാൻ ശരിക്കും നേരത്തെ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഉണങ്ങി വരുന്നുണ്ട്, എന്നാൽ കവിളത്തേതൊന്നും ഉണങ്ങിയിട്ടില്ല. സമയമെടുക്കുമെന്ന് തോന്നുന്നു. അതിനേക്കാൾ കുറച്ച് ഇപ്പോൾ കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുടച്ച് കളയുകയാണ്. ഇനി ഇതിൽ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല. മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. മുഖം ഒന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നിയപ്പോഴേ ഞാനതങ്ങ് റിമൂവ് ചെയ്തു. മറ്റേ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ കൈവച്ചത് ആദ്യം റിമൂവ് ചെയ്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. ഇതിപ്പോൾ ഫേസിൽ എനിക്ക് തന്നെ കാണുന്നുണ്ട് ഇത് അത്യാവശ്യം ക്ലീൻ ആവുന്നത്. വെളുക്കുക എന്നല്ല, നമുക്ക് ടാൻ ഒക്കെ വരുമ്പോഴത്തേക്കും കളറൊന്ന് മങ്ങിയില്ലേ, നമ്മുടെ ഒറിജിനൽ കളറ്, അതൊന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഈ സാധനം കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടാലറിയാം എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുകയാണെന്നുള്ളത്. അതും കാണിച്ചു തരാം. ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. ഇത് കളയാനാണ് പാട്. കുറേ നേരം ഇരുന്ന് മെനക്കെട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അത്യാവശ്യം നല്ല റിസൾട്ടാണ്. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. കഴിഞ്ഞ വീഡിയോ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഈ 2 വീഡിയോസാണ് ഞാൻ എൻ്റെ മുഖത്തെ ടാൻ മാറാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചത്. ഇതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റേത് നല്ല ഒന്നാന്തരം ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് പാക്ക് ഇടുമ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ പക്ഷേ പാലും തൈരൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര സ്മൂത്തായിരുന്നു. എനിക്ക് നല്ല സോഫ്റ്റായിട്ടാണ് തോന്നിയത്. ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയുടെ റിസൾട്ട്. മാറ്റമില്ലേ? നല്ല റിസൾട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിതൊരാഴ്ചയിൽ ഒരു 2 ദിവസം വീഡിയോ ഇട്ടു. എന്നിട്ടാണ് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയത്. എനിക്ക് അത്യാവശ്യം ഈ ഡാർക്ക് സ്പോട്ട് ഉണ്ട് കേട്ടോ, അങ്ങനെയൊന്നും പോവില്ല. അത്യാവശ്യം നല്ല ക്ലിയർ ആവും. ആ മങ്ങിയ കളറൊക്കെ അങ്ങ് സെറ്റായി കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ സ്കിന്നിന് വർക്കായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല റിസൾട്ട് ഉണ്ടാവും. ഈ വീഡിയോ ഷെയർ ചെയ്ത ഒരു പയ്യനുണ്ടായിരുന്നു. ഞാൻ ആ ഒറിജിനൽ വീഡിയോ കൂടി ഇട്ടേക്കാം കേട്ടോ. കാരണം താങ്ക്സ് എ ലോട്ട്. എൻ്റെ സ്കിൻ ഭയങ്കര ടാനൊക്കെ അടിച്ചിട്ട് മോശമായിട്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പാക്കറ്റ് ഇട്ടാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായത്. ഇതിന് ശേഷം ഞാൻ വേറെ പാക്കറ്റ് ഇട്ടിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. അന്ന് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു പാക്കും പിന്നെ ഇതുമാണ് ചെയ്തത്. എനിക്കിത് നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. ഭയങ്കര ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരാഴ്ച, ഞാനിപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ആ പാക്ക് ഇട്ടതിന് ശേഷം ഉടനെ ട്രൈ ചെയ്ത ഒരു പാക്കാണിത്. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്തിരുന്നു. അതിനുശേഷം എനിക്ക് കിട്ടിയ റിസൾട്ടാണിത്. കൊള്ളാം. ഇടുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഡിഫറൻസ്, അതായത് ഈ ഒരു കളർ എന്തോ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. വെളുക്കും എന്നല്ല, എന്തോ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. അതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് തരും, ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്ക്.